ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു 21 ഡേയ്സ് മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കറക്റ്റായിട്ട് കണ്ട് ഞാൻ പറയുന്ന പോലെ ഒരു 21 ഡേയ്സ് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 21 ഡേയ്സിനുള്ള ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ 21 ഡേയ്സ് മുൻപുള്ള എൻ്റെ വീഡിയോ പോയി കണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അതിനുശേഷം ഈ വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 21 ഡേയ്സ് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് കറക്റ്റായിട്ട് ചെയ്തതിലൂടെ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ അടുത്ത 21 ഡേയ്സിന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഹെൽത്തി വേക്കോടെ പോകാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഇന്ന് മുതൽ അടുത്ത 21 ഡേയ്സ് വരെ നമ്മൾ ആരും ഷുഗർ ഐറ്റംസുകൾ കഴിക്കില്ല എന്നുള്ളതാണ് തീരുമാനം. ഓക്കെ, ഡീലല്ലേ എല്ലാവരും? എനിക്ക് സപ്പോർട്ടിന് നിങ്ങളും വേണം, നിങ്ങൾക്ക് സപ്പോർട്ടിന് ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 21 ഡേയ്സ് ചാലഞ്ച്, നോ ഷുഗർ ഫുഡ് ഇൻടേക്ക്. ഓക്കെ, ഇനി ഷുഗർ ഐറ്റംസുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഇടാം, എന്തൊക്കെയാണെങ്കിൽ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഇപ്പോൾ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില്ലുകൂടിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ആകർഷിക്കുന്ന ഒരുപാട് മധുര പലഹാരങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മൊത്തം നമ്മൾ ഇന്ന് അവോയ്ഡ് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ കാര്യം, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഐറ്റംസുകൾ നമ്മൾ കുടിക്കുക മാത്രമല്ല അങ്ങോട്ട് നോക്കുക പോലും നമ്മൾ ഇനി മുതൽ ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം, ടീ കോഫി, അതും ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകളും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. മാക്സിമം അല്ല, സ്ട്രിക്റ്റ്ലി അത് നമ്മൾ എടുക്കുന്നില്ല, കാണുന്നില്ല, കൈകൊണ്ട് തൊടുന്നില്ല, യൂസേ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഷുഗർ നമ്മളുടെ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. 21 ഡേയ്സ് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ആളുകൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മൈൻഡ് സെറ്റിന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തണം. എന്നാലാണ് എനിക്ക് അടുത്ത ടിപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുമിച്ച് കൂടി ഈ ഒരു പ്രയത്നം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് 21 ഡേയ്സ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത ആ ഒരു പ്രോസസ്സിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓവറോൾ ഒരു ഫ്രീ ആയി, ബോഡി ഒന്ന് ഫ്രീ ആവാനായിട്ട് തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഡൈജഷൻ ഒക്കെ കുറച്ച് ക്ലിയർ ആയി തുടങ്ങി. സ്കിന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. എൻ്റെ സ്കിന്നൊക്കെ കഴിഞ്ഞ വീഡിയോസിനേക്കാളും വിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ച് ഇമ്പ്രൂവ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മൈൻഡ് സെറ്റിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു കാര്യം, അത് ഇമ്പ്രൂവ്മെന്റ്സ് ആണ് കേട്ടോ. മൈൻഡ് സെറ്റ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണ രീതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ 21 ഡേയ്സ് കറക്റ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ചെറിയ മാറ്റമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത ആളുകൾക്കും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അടുത്ത 21 ഡേയ്സ് നമ്മൾ അടിപൊളിയായിട്ട് ഫോളോ ചെയ്യും, അടിപൊളിയായിട്ട് പോവും. അതിൻ്റെ റിസൾട്ട് ഇനി 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ അടിപൊളി വേറൊരു ടിപ്പായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ.